Hi friends, ഇന്നത്തെ വീഡിയോ ഒരു ചൂരിദാർ ലൈനിങ് ഇല്ലാതെ ഒരു ചൂരിദാർ തയ്ച്ചെടുക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചൂരിദാറിന്റെ തുണി കണ്ടോ, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചൂരിദാറിന്റെ ഈ ഒരു സൈഡിൽ കണ്ടോ, നമ്മൾ ബോഡി കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അളവ് മാർക്ക് ചെയ്തത്, ആ ഒരു മാർക്കിൽ കൂടി നമ്മൾ ആദ്യം ഒരു ലൈൻ കൂടി കൊടുക്കുന്നു. കണ്ടോ, ഇതുപോലെ ചോക്ക് കൊണ്ട് ഒരു ലൈൻ കൂടി കറക്റ്റ് ഇതുപോലെ കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം നമ്മൾ ഈ ഒരു ചൂരിദാറിനെ കണ്ടോ ഇതുപോലെ നിവർത്തി നേരെ മടക്കി വെക്കുക. കണ്ടോ, നമ്മൾ ആ ഒരു മാർക്കിംഗ് ഭാഗം കണ്ടോ ഉള്ളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ മടക്കി വെക്കുക. കറക്റ്റായി മടക്കി വെച്ച് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ നമ്മൾ ആ ഒരു ചോക്ക് മാർക്ക് കണ്ടോ നമ്മുടെ ഈ ഒരു സൈഡിൽ വരും. കണ്ടോ, ഇതുപോലെ ചോക്ക് മാർക്ക് വരുന്നുണ്ടോ, ആ ഒരു മാർക്കിൽ കൂടി നമ്മൾ ഇതുപോലെ കറക്റ്റ് വരഞ്ഞു കൊടുത്താൽ നമ്മുടെ രണ്ട് സൈഡിലും നമുക്ക് അളവൊന്നും പിന്നീട് മാർക്ക് ചെയ്യാതെ തയ്ച്ചെടുക്കാൻ കഴിയും. കണ്ടോ, നമ്മുടെ രണ്ട് ഭാഗത്തും കണ്ടോ ഒരേപോലെ മാർക്കിംഗ് വരുന്നുണ്ടോ, ഷേപ്പിൽ പോലും വ്യത്യാസമില്ലാതെ രീതിയിൽ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാൻ കഴിയും. ഇനി നമ്മൾ ഇവിടെ കണ്ടോ നമ്മുടെ കഴുത്ത്, നമ്മുടെ ഫ്രണ്ട് കഴുത്തിന്റെ ഇറക്കം നമുക്ക് ഇവിടെ ഫിനിഷിങ്ങിൽ നമുക്ക് 4.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ മുകളിൽ ആ ഒരു തുന്നത്തുണി വിട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുക. കണ്ടോ, മുകളിലുള്ള തുന്നത്തുണി നമ്മൾ എത്രയാണോ നമ്മുടെ കഴുത്തിന്റെ ഇറക്കം വേണ്ടത് അതിന്റെ അളവിൽ നമുക്ക് മുകളിൽ തുന്നത്തുണി വിട്ടതിന് ശേഷം ബാക്കി മാർക്ക് ചെയ്ത് ഇതുപോലെ വരഞ്ഞെടുക്കുക. കണ്ടോ, നമ്മുടെ ഫിനിഷിംഗ് ലൈനാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി അതിൽ നിന്ന് നമ്മുടെ തുന്നത്തുണി കുറച്ചുകൊണ്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, തുന്നത്തുണി കുറച്ചുകൊണ്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് തയ്ക്കുവാൻ വേണ്ടി കണ്ടോ നമ്മളൊരു ക്രോസ് പീസിലാണ് എടുത്തിരിക്കുന്നത്. ക്രോസ് പീസ്, ഈ ഒരു പീസിന്റെ വീതി നമ്മൾ ഒരു 1.25 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ നേരെ പകുതി മടക്കുക. കണ്ടോ, ഇതുപോലെ നേരെ പകുതി, നമുക്കിത് അയൺ ചെയ്ത് പ്രസ് ചെയ്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം നമ്മളിത് കണ്ടോ ഉൾവശം, നമ്മുടെ ചൂരിദാറിന്റെ ഫ്രണ്ട് പീസിന്റെ ഉൾവശമാണിത്. ഇതുപോലെ നേരെ പകുതി മടക്കി വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് കണ്ടോ നമ്മൾ ആ ഒരു മാർക്കിംഗ് കണ്ടോ, നമ്മുടെ കഴുത്തിന്റെ അകലത്തിന് വേണ്ടിയുള്ള ആ ഒരു മാർക്കിങ്ങിൽ കൂടി കറക്റ്റ് നമ്മളെല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ വരുന്ന രീതിയിൽ നമുക്കിത് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അല്ലോ, കറക്റ്റ് നമ്മളിത് ഈ ഒരു ക്രോസ് പീസ് നമ്മൾ വലിച്ചു പിടിക്കാൻ പാടില്ല, വലിയാതെ കറക്റ്റ് എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ കഴുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ കണ്ടോ കറക്റ്റായി സ്റ്റിച്ച് ചെയ്തു, എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇവിടെ കണ്ടോ ഇവിടെയൊക്കെ നമ്മളൊരു കട്ടിങ് കൊടുക്കുക. കണ്ടോ, ഈ ഒരു കട്ടിങ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ച് കട്ട് ചെയ്ത് പോകാതെ കണ്ടോ ഇതുപോലെ അടുത്തടുത്തായി കട്ടിങ് കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു റൗണ്ട് ഭാഗങ്ങളൊക്കെ കറക്റ്റ് നമുക്ക് ഫിനിഷിങ്ങോടുകൂടി നമുക്ക് ഷേപ്പിൽ വന്ന് കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ ഇതിനെ കണ്ടോ നമ്മളിങ്ങനെ മുകൾ ഭാഗത്തേക്ക് നമ്മുടെ നല്ല വശത്തേക്ക് ഇതുപോലെ മടക്കി എന്നിട്ട് ഈ ഒരു സൈഡിൽ കൂടി നമ്മൾ തയ്ച്ചെടുക്കുക. കണ്ടോ, നമ്മളിത് കറക്റ്റ് മടക്കി കൊടുത്താൽ മതി, നമുക്കിതുപോലെ അത് കറക്റ്റായിട്ട് നമുക്ക് വളഞ്ഞു വരും. കണ്ടോ, ഈ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് കറക്റ്റിൽ കിട്ടും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് കഴുത്ത് കണ്ടോ നമ്മൾ എളുപ്പത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ആ ഒരു ഷേപ്പിൽ തന്നെ വലിഞ്ഞു പോകാതെ കണ്ടോ നമ്മുടെ ആ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ച് കൊടുത്താൽ മതി, ഒരു സൈഡിൽ മാത്രം കൊടുത്താൽ മതി സ്റ്റിച്ച്. കണ്ടോ, ഇതുപോലെ കറക്റ്റ് നല്ല വൃത്തിയോടുകൂടി അത് കണ്ടോ വളഞ്ഞു വരും. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് കഴുത്ത് നമുക്ക് ആവശ്യമുള്ള എത്രയാണോ അളവ് അതിൽ നിന്ന് നമ്മുടെ മുകളിലുള്ള തുന്നത്തുണി നമ്മൾ വിട്ടുകൊണ്ട് നമ്മുടെ ഫ്രണ്ട് പീസും ഷോൾഡറിന്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു തുന്നത്തുണി വിട്ടുകൊണ്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട തുന്നത്തുണി ഒരു 1/4 ഇഞ്ച് നമ്മൾ വിട്ടുകൊണ്ട് നമ്മളിതിങ്ങനെ കട്ട് ചെയ്തെടുക്കും. കണ്ടോ, ഈ ഒരു പീസിന്റെയും നമ്മൾ ക്രോസ് പീസ് എടുക്കുന്നുണ്ട്. ഫ്രണ്ട് പീസ് തയ്ച്ചതുപോലെ തന്നെ ക്രോസ് പീസ് എടുക്കുന്നു. എന്നാൽ നമ്മൾ ഫ്രണ്ട് പീസ് തയ്ച്ചത് നമ്മുടെ ഉള്ളിൽ നിന്ന് മുകളിലേക്കാണ് തയ്ച്ചതെങ്കിൽ നമ്മളിത് നല്ല ഭാഗം മുകളിൽ വെച്ചുകൊണ്ട് ആണ് തയ്ച്ചെടുക്കുന്നത്. കണ്ടോ, നമ്മുടെ ഫ്രണ്ട് പീസ് തയ്ച്ചതുപോലെ തന്നെ, എന്നാൽ നമ്മൾ ഈ ഒരു പീസ് വെക്കുന്ന ആ ഒരു രീതിയിലാണ് മാറ്റം വരുന്നത്. കാരണം ഫ്രണ്ട് പീസ് നമ്മൾ ഉൾഭാഗത്ത് നിന്ന് നല്ല വശത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു, എന്നാൽ നമ്മൾ ഈ ഒരു ബാക്ക് പീസ് നല്ല വശത്ത് നിന്നാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. കണ്ടോ, നല്ല വശമാണ് മുകളിൽ വെച്ചുകൊണ്ട് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്.
നമ്മുടെ ഫ്രണ്ട് പീസിന്റെ കഴുത്ത് സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ വലിഞ്ഞു പോകാതെ ഈ ഒരു ക്രോസ് പീസ് വലിഞ്ഞു പോകാതെ നേരെ പകുതിയായി മടക്കി കൊടുത്തുകൊണ്ട് ഇതുപോലെ കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്തതുപോലെ തന്നെ കട്ടിങ് കൊടുക്കുക. കണ്ടോ കട്ടിങ് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെയൊക്കെ കറക്റ്റ് നല്ലവണ്ണം നഖം വലിച്ചു കൊടുക്കുന്നു. കണ്ടോ ഇത് നമ്മൾ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഇനി നമ്മൾ കണ്ടോ ഇനി നമ്മൾ ഈ ഒരു പീസിന് മുകളിലായി നമ്മളിത് നമ്മുടെ തയ്ച്ച് വെച്ചിട്ടുള്ള ഫ്രണ്ട് പീസ് കണ്ടോ ഫ്രണ്ട് പീസിന്റെ നല്ല ഭാഗമാണിത്. നല്ല ഭാഗത്തേക്ക് കണ്ടോ ഇത് നമ്മുടെ നല്ല ഭാഗമാണ്. ഈ ഒരു നല്ല ഭാഗവും ബാക്ക് പീസിന്റെ നല്ല ഭാഗവും ഇവിടെ വെക്കുക. അപ്പോൾ നമുക്കത് കറക്റ്റായി കിട്ടും. ഇനി നമ്മൾ ഈ ഒരു ബാക്കി വരുന്ന ഈ ഒരു ഭാഗമുണ്ടല്ലോ നമ്മുടെ ഈ ഒരു പീസ് സ്റ്റിച്ച് ചെയ്ത ആ ഒരു പീസ് വെക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. കണ്ടോ ഇതുപോലെ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ കണ്ടോ നമുക്കത് കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു മാർക്കിംഗിൽ കിട്ടും. അതിനുശേഷം ഈ ഒരു പീസിനെ കണ്ടോ ഈ ഒരു പീസിന്റെ മുകളിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുന്നു. കണ്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് കെട്ടിയടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെയും ഇതുപോലെ ഇങ്ങനെ വെച്ച് ഈ ഒരു പീസിന്റെ മുകളിലേക്ക് ഈ ഒരു ഭാഗത്തെയും കറക്റ്റ് ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നു. കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ നമ്മൾ ഒരു 2 സ്റ്റിച്ച് കൊടുക്കാറുണ്ട്. കണ്ടോ നമ്മുടെ ആ ഒരു സ്റ്റിച്ച് ചെയ്ത് കണ്ടോ. ഇനി നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ മറിച്ചിട്ടാൽ കണ്ടോ നമുക്കിവിടെ സൈഡിലുള്ള ആ ഒരു തുന്നത്തുണിയൊന്നും വരാതെ നല്ല കഴുത്തിന്റെ നമ്മുടെ ആ സൈഡ് ഭാഗം കണ്ടോ നല്ല ഫിനിഷിങ്ങോട് കൂടി കിട്ടുന്നത് കണ്ടോ. നമ്മുടെ ഈ ഒരു ഷോൾഡറിന് അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ ഒരു തുന്നത്തുണിയൊന്നും പുറത്തേക്ക് വരില്ല. കണ്ടോ ഇതുപോലെയാണ് വരിക. ഇതിനെ നമ്മൾ ഇതുപോലെ നിവർത്തിയിടും. കണ്ടോ കണ്ടോ നമ്മുടെ ഫിനിഷിങ്ങോട് കൂടി കിട്ടുന്നത് കണ്ടോ ഇതുപോലെ കിട്ടും. കണ്ടോ ഇനി നമുക്കിത് മടക്കിക്കൊണ്ട് ഉള്ളിലേക്ക് തയ്ച്ചെടുക്കാം. ഇനി നമ്മുടെ കണ്ടോ ഈ ഒരു ഭാഗം നമ്മുടെ കഴുത്തിന്റെ ബാക്ക് വശം നമ്മൾ ആ ഒരു പീസ് ഉള്ളിലേക്കാണ് നമ്മൾ ഉൾവശത്തേക്കാണ് തയ്ച്ചെടുക്കുന്നത്. കണ്ടോ നമ്മുടെ ഫ്രണ്ട് വശം നല്ല വശത്തേക്കാണ് തയ്ച്ചെടുത്തത്. എന്നാൽ നമ്മുടെ ബാക്ക് വശം ഉൾവശത്തേക്കാണ് തയ്ച്ചെടുക്കുന്നത്. കണ്ടോ ഇതുപോലെ തയ്ച്ചെടുക്കും. ഈ ഒരു പീസിനെ നമ്മൾ ബാക്ക് ഭാഗത്തേക്ക് പ്രസ് ചെയ്ത് വെക്കുക. കണ്ടോ നമ്മുടെ കഴുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ നമ്മുടെ കഴുത്തിന്റെ ഷേപ്പാണ് നല്ല വൃത്തിയോടുകൂടി തന്നെ ഇതുപോലെ വന്ന് നിൽക്കും. ഇനി നമ്മൾ നമ്മുടെ സ്ലീവിനെയും കണ്ടോ നമ്മൾ ഈ ഒരു ബോഡിയിൽ ചെയ്തതുപോലെ തന്നെ നമ്മുടെ സ്ലീവിനെയും ഇതുപോലെ മാർക്ക് ചെയ്യുക. കണ്ടോ നമ്മുടെ നല്ല ഉൾവശങ്ങളെ 2 ഭാഗത്തേക്കും മാർക്ക് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് നമ്മൾ സ്ലീവിനെ കണ്ടോ ഇതുപോലെ നമ്മുടെ ഈ ഉൾവശവും കറക്റ്റ് ഇതുപോലെ ടച്ച് ചെയ്ത് ഇതുപോലെ വെക്കുക. കണ്ടോ എല്ലാ സ്ഥലത്തും ഒരുപോലെ വെച്ച ശേഷം ഇവിടെയും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ ഈ ഒരു സ്ലീവിലും ഇത് നമുക്ക് തയ്ക്കുന്ന സമയത്ത് ബോഡി സൈഡ് ഭാഗം തയ്ക്കുന്ന സമയത്ത് എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ കഴിയുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മുടെ സ്ലീവിന്റെ താവ് നമ്മൾ മടക്കി തയ്ക്കാറുണ്ട്. എന്നാൽ നമ്മൾ ഇതിന് നമ്മളൊരു പീസ് കൊടുക്കുകയാണ്. കണ്ടോ നമ്മൾ 2.5 ഇഞ്ച് വീതിയിലുള്ള ഒരു പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് ഉൾവശത്ത് നിന്ന് കണ്ടോ ഉൾവശത്ത് നിന്ന് നമ്മുടെ ഫ്രണ്ട് ഭാഗമാണിത് മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം ഫ്രണ്ട് ഭാഗമാണ്. ആ ഫ്രണ്ട് ഭാഗത്ത് നമ്മളിത് ഈ ഒരു പീസ് ഇവിടെ കണ്ടോ സ്റ്റിച്ച് ചെയ്യുന്നു. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് തുടങ്ങി ബാക്ക് ഭാഗത്തിലാണ് നിർത്തിയത്. അടുത്ത പീസ് നമ്മൾ ഇതുപോലെ ബാക്ക് ഭാഗത്ത് നിന്ന് തുടങ്ങി ഫ്രണ്ട് ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇത് എപ്പോഴും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ 2 ഭാഗത്തുള്ള സ്ലീവും കറക്റ്റായി കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ 2 സ്ലീവും ഒരേ ഭാഗത്തുള്ളതായിരിക്കും. ഇനി നമ്മൾ ഇതുപോലെ കണ്ടോ മുകളിലേക്ക് നല്ല വശത്തേക്ക് ഇതുപോലെ മടക്കിക്കൊണ്ട് സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നു. കണ്ടോ ഇതുപോലെ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നു. ഇനി നമ്മൾ മുകളിൽ ഇവിടെ ഒരു 1/2 ഇഞ്ച് വീതിയിൽ മടക്കിക്കൊണ്ട് നമ്മൾ ഇവിടെ ആ ഒരു പീസിനെ പ്രസ് ചെയ്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. കണ്ടോ നമ്മൾ താവ് മടക്കി തയ്ക്കുന്നതിനേക്കാൾ നമുക്ക് വൃത്തിയും നല്ല സ്റ്റൈലും ഉണ്ടാകും. ഇങ്ങനെ തയ്ച്ചെടുക്കുമ്പോൾ ഒരു പീസ് നമ്മുടെ റെഡിമെയ്ഡ് കുർത്തിയിലൊക്കെ കാണുന്നത് പോലെ നമുക്ക് ഈ ഒരു പീസ് ഇവിടെ കണ്ടോ നല്ല ഭംഗിയായിരിക്കും കാണാൻ. മടക്കി തയ്ച്ചതിനേക്കാൾ നല്ല ഭംഗി കിട്ടും. ഇനി അതുപോലെ തന്നെ നമ്മുടെ 2ാമത്തെ സ്ലീവിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. കണ്ടോ നമ്മൾ 2 സ്ലീവും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബാക്ക് ഭാഗമാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗം കണ്ടോ നമ്മൾ കുഴിച്ച് മുറിച്ച ഭാഗമാണിത്. ഫ്രണ്ട് ഭാഗത്ത് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഷോൾഡർ നമ്മുടെ റഗാള് ഫിറ്റ് ചെയ്യുകയാണ്. കണ്ടോ നമ്മളിവിടെ കറക്റ്റ് ഷോൾഡർ ഭാഗത്ത് നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മുടെ ബാക്ക് ഭാഗമാണിത്. ബാക്ക് ഭാഗത്തെ കണ്ടോ ബോഡിയുടെ ബാക്ക് ഭാഗത്തെ കറക്റ്റ് വെക്കുന്നു. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് ഭാഗം ഇതുപോലെ കറക്റ്റ് തയ്ച്ചെടുക്കുന്നു. കണ്ടോ
നമ്മൾ കറക്റ്റ് തയ്ച്ചെടുത്താൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കട്ടിംഗ് ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. നമുക്കിത് കറക്റ്റായിട്ട് കിട്ടും. കണ്ടോ, നമ്മുടെ ആ ഒരു തോൾ വശത്തുള്ള ആ ഒരു ജോയിൻറ്റും നമ്മുടെ കൈയുടെ ജോയിൻറ്റും ഒക്കെ കറക്റ്റായിട്ട് കിട്ടും. നിങ്ങൾക്ക് മാർക്കിംഗ് ഉള്ളത് കൊണ്ടാണ് കൃത്യമായിട്ട് മനസ്സിലാകാത്തത്. നമ്മൾ രണ്ടാമത്തെ ഭാഗത്ത് കാണിച്ചു തരാം. ഇത് നമ്മുടെ ബാക്ക് ഭാഗമാണ്. ബാക്ക് ഭാഗം കണ്ടോ, നമ്മുടെ ഫ്രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ അടിവശത്ത് സ്ലീവും മുകളിൽ ബോഡിയുമാണ് വെച്ചത്. എന്നാൽ നമ്മൾ ഇത് കണ്ടോ, തിരിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് വരിക. ബോഡിക്ക് മുകളിലായി സ്ലീവ് വെച്ചുകൊണ്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ കണ്ടോ, നമ്മുടെ ഈ ഒരു ഭാഗം കണ്ടോ, നമുക്കത് ഒരു മാർക്കിങ്ങിൽ തന്നെ കറക്റ്റ് കിട്ടുന്നുണ്ട്. നമ്മുടെ ബോഡി മാർക്കിങ്ങും സ്ലീവ് മാർക്കിങ്ങും കണ്ടോ കറക്റ്റായി കിട്ടുന്നത്. നമ്മൾ ഈ കട്ടിങ്ങിൽ നമ്മളത് കറക്റ്റ് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നമ്മളൊരു 2 സ്റ്റിച്ച് കൊടുക്കുക. നമ്മളെപ്പോഴും നമ്മുടെ ഷോൾഡർ ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ റിഗാൾ ഭാഗമൊക്കെ 2 സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം എപ്പോഴും സ്റ്റിച്ച് പൊട്ടിപ്പോകാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ. ഇനി നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് പീസ് ഇതുപോലെ വെച്ചുകൊണ്ട് നമ്മുടെ 2 സ്ലീവും, ഇനി നമ്മൾ ആദ്യത്തെ സ്ലീവ് എങ്ങനെയാണോ തയ്ച്ചെടുത്തത് അതേ രീതിയിൽ തന്നെ നമ്മുടെ രണ്ടാമത്തെ സ്ലീവും നമ്മൾ തയ്ച്ചെടുക്കുന്നു. കണ്ടോ, അപ്പോൾ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ റിഗാൾ വശങ്ങളൊക്കെ നമ്മൾ ഓവർലോക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ പിടിക്കുന്നു. ഇനി നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്യുകയാണ്. കണ്ടോ, ഇതുപോലെ. ഇപ്പോൾ കണ്ടോ, നമുക്കിനി മാർക്കിംഗ് ഒന്നും ചെയ്യേണ്ടി വരില്ല. ഇതുപോലെ കറക്റ്റ് പിടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളിത് കണ്ടോ, നമ്മൾ ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, നമ്മുടെ ഈ ഒരു തോൾ വശമൊക്കെ കണ്ടോ, ഈ ഒരു ജോയിൻ്റ് ഒക്കെ കറക്റ്റായിട്ട് വരും. നമ്മളത് കറക്റ്റ് പിടിച്ചു കൊടുത്താൽ മാത്രം മതി. കണ്ടോ, എളുപ്പത്തിൽ നിങ്ങൾക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. ഇതുപോലെ ബോഡി കറക്റ്റ് നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. കണ്ടോ, ഇതുപോലെ ഇവിടെ വരെ നമ്മുടെ സ്ലിറ്റ് ഓപ്പൺ വരുന്ന ഭാഗം വരെ നമ്മളിവിടെ കണ്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ നേരെ ഇതുപോലെ ഈ ഒരു വശത്തും കണ്ടോ, ഈ ഒരു വശത്തും നമുക്കിതുപോലെ ഒന്ന് കറക്റ്റ് എല്ലാ സ്ഥലത്തും ഒരുപോലെ തുണിയെ ഒരുപോലെ വെച്ചുകൊണ്ട് കണ്ടോ, ഈ ഒരു റഗാൾ, ഈ ഒരു തോളിൻ്റെ ജോയിൻ്റ് ഭാഗങ്ങളൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. കണ്ടോ, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. ഇതുപോലുള്ള ഓരോ ട്രിക്സുകൾ നമ്മുടെ സ്റ്റിച്ചിങ്ങിൽ ഉൾപ്പെടുത്തിയാൽ ഇതുപോലെ നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ ബോഡിയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ സ്ലീവിലും മാർക്കിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് എവിടെയും നമുക്ക് ചെക്ക് ചെയ്യേണ്ടെന്നും വരില്ല. കറക്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി നമ്മൾ ഇവിടെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുകയാണ്. നമ്മൾ എന്നാൽ ഈ ഒരു സ്ലിറ്റ് ഭാഗത്ത് നമ്മൾ ആ സ്റ്റിച്ച് തുടങ്ങിയ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ നിന്ന് തന്നെ രണ്ടാമത്തെ സ്റ്റിച്ചും തുടങ്ങണം. എന്നാൽ നമ്മൾ ഇവിടെയൊക്കെ നമ്മളൊരു പ്രഷർ വുഡിൻ്റെ വീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ആ ഒരു സ്ലിറ്റ് ഓപ്പൺ വരുന്ന ഭാഗത്ത് കറക്റ്റ് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് സൈഡ് ഓപ്പൺ തയ്ച്ചെടുക്കുന്ന സമയത്ത് ഫിനിഷിങ്ങോടുകൂടി കിട്ടുകയുള്ളൂ. അവിടെ നമ്മൾ ഒരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ തുടങ്ങാൻ പാടില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഓപ്പൺ സൈഡ് 2 ഭാഗവും കറക്റ്റ് പ്രസ് ചെയ്ത് വെക്കുവാൻ കഴിയില്ല. കണ്ടോ, ഇതുപോലെ 2 ഭാഗത്തും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ, ഒരു സ്റ്റിച്ച് 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ആദ്യത്തെ സ്റ്റിച്ച് നമ്മുടെ ആ ഒരു മാർക്കിൽ കൂടിയും രണ്ടാമത്തെ സ്റ്റിച്ച് നമ്മളൊരു പ്രഷർ വുഡിൻ്റെ വീതിയിലുമാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ഇതുപോലെ കട്ട് ചെയ്തുകൊണ്ട് വെക്കാം. ഇത് നമുക്ക് 2 കാര്യത്തിന് ഉപകരിക്കും. കാരണം നമുക്കിത് സൈഡ് ഭാഗം ഷേപ്പ് കിട്ടുവാൻ നമുക്കിത് നല്ലവണ്ണം വലിഞ്ഞു വരും ഇങ്ങനെ കട്ട് ചെയ്താൽ. അതുപോലെ നമ്മുടെ സൈഡ് ഭാഗത്തുള്ള നൂലുകളൊന്നും വലിഞ്ഞു പോകാതെയും കിട്ടും. ഇനി നമുക്ക് നമ്മുടെ സൈഡ് തയ്ച്ചെടുക്കുകയാണ്. സൈഡ് ഓപ്പൺ ഭാഗം ഇതുപോലെ ഉൾവശത്തേക്ക് മടക്കുന്നു. നേരെ പകുതിയായി മടക്കി കണ്ടോ, ഇതുപോലെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യുന്നു. കണ്ടോ, ഇതുപോലെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ കണ്ടോ, നമ്മുടെ ഈ ഓപ്പൺ ഭാഗം കണ്ടോ, നമ്മുടെ സൈഡ് ചൂരിദാറിൻ്റെ സൈഡ് ഭാഗം കണ്ടോ, നമുക്കത് തുടങ്ങിയത് നമ്മുടെ ആ 2 സ്റ്റിച്ച് തുടങ്ങിയത് ഒറ്റ സൈഡിൽ നിന്ന് സ്റ്റിച്ചിന് മുകളിൽ ആദ്യം സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ചിന് മുകളിൽ നിന്നാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റിച്ച് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടോ ഇത് 2 ഭാഗത്തേക്ക് നല്ല കറക്റ്റായി പ്രസ് ചെയ്ത് നിൽക്കുന്നത് കണ്ടോ. ഇനി ഇതുപോലെ മടക്കിയെടുക്കുക. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുക്കുക.
ഇങ്ങനെ മടക്കി താഴോട്ടേക്കും സ്റ്റിച്ച് ചെയ്യുക. ഉണ്ടോ? സൈഡിൽ കൂടി എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ വരുന്ന രീതിയിൽ ഉണ്ടോ? ഇതുപോലെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. കണ്ടോ? നമ്മുടെ ഈ ഒരു സൈഡ് ഓപ്പൺ വരുന്ന ഭാഗം കണ്ടോ? നമുക്ക് നല്ല വൃത്തിയോടുകൂടി തന്നെ കിട്ടിയത് കണ്ടോ? ഇതുപോലെ കിട്ടും. നിങ്ങൾ ആ ഒരു സ്റ്റിച്ചിങ് നമ്മുടെ സൈഡ് സ്റ്റിച്ച് അടിക്കുന്ന സമയത്ത് അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ കറക്റ്റായിട്ട് കിട്ടും നിങ്ങൾക്ക്. കണ്ടോ? ഇവിടെ കണ്ടോ? നമുക്ക് ചുളിവൊന്നുമില്ലാതെ നേരെ കിട്ടിയത് കണ്ടോ? ഇനി നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നു. ആദ്യം നമ്മൾ മടക്കി തയ്ച്ചിരിക്കുന്നതാണ്. അതിൻ്റെ ആ ഒരു മടക്കിൽ വരുന്ന ആ ഒരു സൈഡിൽ കൂടി നമ്മളൊരു സ്റ്റിച്ചിങ് കണ്ടോ? ഇതുപോലെ 2 സ്റ്റിച്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 2 സൈഡിൽ കൂടിയാണ് സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത്. കണ്ടോ? ഇതുപോലെ കിട്ടും നമുക്ക്. സൈഡ് ഓപ്പൺ വരുന്ന ഭാഗം ഇതുപോലെ കിട്ടും. ഇനി ഇതേ രീതിയിൽ നമ്മുടെ രണ്ടാമത്തെ ഭാഗവും നമ്മൾ തയ്ച്ചെടുക്കുക. കണ്ടോ? നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ആദ്യ ഭാഗം തയ്ച്ചിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ നമ്മൾ രണ്ടാമത്തെ ഭാഗവും തയ്ച്ചെടുക്കുന്നു. ഇനി നമ്മുടെ താവ് മടക്കി തയ്ക്കുകയാണ്. നമ്മൾ ആദ്യം മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ കറക്റ്റ് നമ്മുടെ ഫ്രണ്ട് ഭാഗമാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. നമ്മുടെ ഫ്രണ്ട് പീസിലാണ് നമ്മുടെ താവ് മാർക്ക് ചെയ്തിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ ഒരേ വീതിയിൽ കണ്ടോ? ഇതുപോലെ തയ്ച്ചെടുക്കുക. ഈ ഒരു സൈഡ് ഭാഗം കണ്ടോ? സൈഡ് ഭാഗമൊക്കെ ഉള്ളിലേക്ക് കറക്റ്റ് വെച്ച് കൊടുക്കണം. കണ്ടോ? എന്നാൽ മാത്രമേ ഫിനിഷിങ്ങോടുകൂടി നല്ല വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. കണ്ടോ? ഈ ഒരു ഭാഗം കണ്ടോ? ഈ ഒരു ഭാഗത്തുള്ള മടക്കിൽ വരുന്ന പീസൊക്കെ ഉള്ളിലേക്ക് കറക്റ്റ് മടക്കി വെച്ചിട്ട് വേണം തയ്ക്കുവാൻ, അല്ലെങ്കിൽ അത് പുറത്തേക്ക് വരും ആ ഒരു സൈഡ് ഭാഗം. കണ്ടോ? ഇനി നമ്മൾ ഇവിടെ ഈ ഒരു സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇവിടെ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നു. ഇനി നമ്മൾ രണ്ടാമത്തെ നമ്മുടെ ബാക്ക് വശം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇതുപോലെ കറക്റ്റ് നമ്മുടെ ഈ ഓപ്പൺ ഭാഗം കറക്റ്റ് കണ്ടോ? ഇവിടെ നിന്ന് കറക്റ്റ് നമ്മുടെ ഓപ്പൺ ഭാഗത്ത് നമ്മുടെ സ്റ്റിച്ച് ചെയ്ത ഫ്രണ്ട് ഭാഗത്തിൻ്റെ ഓപ്പൺ ഭാഗവും ഇതുപോലെ കറക്റ്റ് ഇങ്ങനെ പിടിക്കുന്നു. എന്നിട്ട് നമ്മൾ അവിടെ മടക്കി കൊടുക്കുന്നു. കണ്ടോ? അവിടെ ഒരു ചോക്ക് മാർക്കൊക്കെ ചെയ്തുകൊണ്ട് നമുക്കിത് മടക്കിയെടുക്കാവുന്നതാണ്. കണ്ടോ? ഇതുപോലെ മടക്കിയെടുക്കുക. ഇനി നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഈ രണ്ടാമത്തെ സൈഡ് കണ്ടോ? അതും നമ്മൾ ആദ്യ ഭാഗം പിടിച്ചതുപോലെ തന്നെ കറക്റ്റ് പിടിക്കുക. കണ്ടോ? ഇതുപോലെ കറക്റ്റ് പിടിക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ കണ്ടോ? ഈ ഒരു സൈഡ് കണ്ടോ? ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. കണ്ടോ? ഇവിടെ വരെ ഇതാണ് നമ്മുടെ ഓപ്പൺ. എന്നാൽ മാത്രമേ നമുക്ക് ഒരേ സൈഡിൽ 2 ഭാഗം നമ്മുടെ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗത്തിൻ്റെയും നമ്മുടെ ഓപ്പൺ ഒരേ അളവിൽ കിട്ടണമെങ്കിൽ ഇതുപോലെ ചെയ്യുക. അത് നിങ്ങൾ എപ്പോഴും മടക്കി അടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭാഗം മുകളിലും ഒരു ഭാഗം താഴെയുമായി വന്നു പോകും. അങ്ങനെ വൃത്തി ഉണ്ടാവില്ല. കണ്ടോ? ആ സ്റ്റിച്ച് ചെയ്തതിനു ശേഷം നമ്മൾ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നു. ഇപ്പോൾ ചുരിദാർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒരു ചുരിദാറിനെ തയ്ച്ചെടുക്കാൻ കഴിയും.